പ്രവർത്തനം നിർത്തി കോമഡി സീരിയലിൽ അഭിനയിക്കുന്നതാണ് നല്ലത് പറഞ്ഞ ആളുടെ പേര് അബ്ദുള്ള ഈ പടക്കം ആ പെൻഷന്റെ കാര്യമായി ചെയ്ത വീഡിയോ ഒക്കെ ഒരു മറു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അതായത് അവര് പറഞ്ഞത് കള്ളമാണ്, അവരല്ല ഉയർത്തിയത്, LDF സർക്കാരിന്റെ കാലത്താണ് ഉയർത്തിയത്. ഞങ്ങൾ വായിച്ചത് മുഴുവൻ LDFന്റെ മന്ത്രിമാർ നിയമസഭയിൽ പറഞ്ഞ മറുപടിയാണ്. അങ്ങനെയാണെങ്കിൽ അവർ കള്ളം പറഞ്ഞു എന്ന് വേണ്ടേ കണക്കാക്കാൻ? ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, പല പരിപാടികളിലും പോകുമ്പോൾ ഷാഫി പറമ്പിൽ എത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് കൊച്ചു കുട്ടികളടക്കം ഷാഫിക്ക എന്ന് പറഞ്ഞ് ഞെട്ടി എഴുന്നേറ്റ് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. ആ ഉണ്ട്. എങ്ങനെയുണ്ട് നിലമ്പൂരിൽ വന്നിട്ട് അവരുടെ ഒരു സ്നേഹം? നിലമ്പൂർ നല്ല സ്നേഹമാണ്, നല്ല പിന്തുണയാണ്, ജനങ്ങൾ നല്ല ആത്മവിശ്വാസം നൽകുന്നു, വളരെ പോസിറ്റീവാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കേണ്ടതിൻ്റെ നെസസിറ്റി ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു ജനതയാണ്. നല്ല റിസൾട്ടിലേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിയുന്നുള്ള കോൺഫിഡൻസിൻ്റെ ഞങ്ങളുടെ ബേസ് ജനങ്ങളുടെ പ്രതികരണമാണ്. കൂടുതലും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത് നോക്കുന്നുണ്ടല്ലോ, ആ വഴിയിൽ എങ്ങനെയുണ്ട് പ്രചാരണം? ഇപ്പോൾ കൂടുതലും ഗ്രൗണ്ടാണ് കവർ ചെയ്യാൻ നോക്കുന്നത്. ഗ്രൗണ്ടിൽ കൂടുതൽ ആളുകൾ പരമാവധി തവണ ഇപ്പം ഈ ഇലക്ഷൻ്റെ ഞങ്ങളുടെ പതിവ് കൺവെൻഷൻ ഷെഡ്യൂളെല്ലാം തെറ്റിച്ചിട്ടാണ് ഞങ്ങൾ ആരംഭിച്ചത് തന്നെ. സാധാരണ നിയോജകമണ്ഡലം കൺവെൻഷൻ, അത് കഴിഞ്ഞാൽ എല്ലാ പഞ്ചായത്ത് തല കൺവെൻഷൻ, അത് കഴിഞ്ഞാൽ ബൂത്ത് തല കൺവെൻഷൻ, അത് കഴിഞ്ഞാൽ സ്ക്വാഡ് വർക്ക് എന്നുള്ളതാണ് സാധാരണ ഒരു റൂട്ടീൻ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഡേയ്സ് വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് ഞങ്ങൾ നിയോജകമണ്ഡലം കൺവെൻഷൻ നടത്തുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ മണ്ഡലം തലത്തിൽ പഞ്ചായത്ത് തലത്തിൽ നേതൃയോഗങ്ങൾ കൂടി നേരെ ഞങ്ങൾ സ്ക്വാഡ് വർക്കിലേക്കാണ് പോയത്. ഇപ്പോൾ സ്ക്വാഡ് വർക്കിൽ ഒരു ലീഡ് ഞങ്ങൾക്ക് തുടക്കം മുതൽ ഇലക്ഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെയാണ് ഞങ്ങളുടെ നിയോജകമണ്ഡലം കൺവെൻഷൻ പോലും നടന്നത്. അതിൻ്റെ ശേഷം പഞ്ചായത്ത് കൺവെൻഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ അടുത്ത റൗണ്ട് സ്ക്വാഡിലേക്കാണ് പോയത്. അപ്പോൾ ഇത്തവണ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് സ്ക്വാഡിലാണ്. വീടുകളിൽ കയറി വോട്ട് ചോദിക്കുന്ന കാര്യത്തിലാണ്. ചെറിയ പീരീഡാണല്ലോ ഇലക്ഷൻ ടൈം. ഇത്തവണ ആ ഒരു സാധാരണ റൂട്ടീൻ ഷെഡ്യൂൾ മാറ്റിയിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ അതിലാണ്. ഒരു ശക്തമായ ഒരു ത്രികോണ മത്സരം എന്ന രീതിയിലാണ് പലരും വിശേഷിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെടുന്നില്ല. അങ്ങനെ ശക്തമായ ത്രികോണ മത്സരം ഒന്നും അനുഭവപ്പെടുന്നില്ല. ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. UDF LDFും തമ്മിൽ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ്. അതിൽ UDFന് വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. മേൽക്കോയ്മ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നൽകുന്നുണ്ട്. അത് നിലമ്പൂരിലെ ജനത തിരിച്ചറിഞ്ഞ് നിലമ്പൂരിനും കേരളത്തിനും വേണ്ടി അവരങ്ങനെ വോട്ട് ചെയ്യുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ചെയ്തിരുന്നു, ഫിറോസിക്കയും ഷാഫിക്കയും കൂടി ചേർന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, പെൻഷന്റെ കാര്യമൊക്കെ പറഞ്ഞു. അത് വിഷ്ണുവേട്ടനും ഞാൻ ചേർന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ പെൻഷന്റെ കാര്യമായി ചെയ്ത വീഡിയോ ഒക്കെ ഒരു മറു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അതായത് അവര് പറഞ്ഞത് കള്ളമാണ്, അവരല്ല ഉയർത്തിയത്, LDF സർക്കാരിന്റെ കാലത്താണ് ഉയർത്തിയത്. ഞങ്ങൾ വായിച്ചത് മുഴുവൻ LDFന്റെ മന്ത്രിമാർ നിയമസഭയിൽ പറഞ്ഞ മറുപടിയാണ്. അങ്ങനെയാണെങ്കിൽ അവർ കള്ളം പറഞ്ഞു എന്ന് വേണ്ടേ കണക്കാക്കാൻ? LDFന്റെ മന്ത്രിമാർ കള്ളം പറഞ്ഞു, തോമസ് ഐസക് കള്ളം പറഞ്ഞു, ബാലഗോപാൽ കള്ളം പറഞ്ഞു എന്ന് വേണേ മനസ്സിലാക്കാൻ. ഇവിടുത്തെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ചോദിച്ച ചോദ്യങ്ങൾക്കാണ് മറുപടി കിട്ടിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അവർക്ക് ഞങ്ങൾ ആ വീഡിയോക്ക് ഞാനിട്ട ക്യാപ്ഷൻ തന്നെ ഉള്ളത് പറഞ്ഞാൽ എന്നുള്ളതാണ്. ഞങ്ങൾ ആ പറഞ്ഞത് ഉള്ളത് തന്നെയാണ്. അതിന് രേഖകൾ ആണ്, കൃത്യമായിട്ടുള്ള തെളിവുകൾ. നിയമസഭയിൽ ഇവരുടെ മന്ത്രിമാർ കൊടുത്ത മറുപടിയാണ് ഞങ്ങളവിടെ കോട്ട് ചെയ്തത്. അങ്ങനെ ആരെങ്കിലും കള്ളം പറഞ്ഞു എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ തോമസ് ഐസക്കിനെ ബാലോപാലിനെ വിളിച്ച് ചോദിച്ചാൽ മതി. ഈ പാലക്കാട് ഉണ്ടായിരുന്ന പെട്ടി വിവാദം എന്തുകൊണ്ടാണ് നിലമ്പൂരിലും ആവർത്തിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരിശോധനയിലേക്ക് ഇപ്പോൾ അന്ന് പ്രതികരിച്ച ആ സംഭവം ഉണ്ടല്ലോ, അത് അത്രയും പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടല്ലോ. അത് അങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നേരത്തെ അത് സെറ്റിട്ട് ചെല്ലുന്നൊന്നും അല്ലല്ലോ. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഭക്ഷണം കഴിച്ച് വരുമ്പോൾ അവരങ്ങനെ ചെയ്തു, എന്നിട്ട് പോലും നമ്മൾ ഫുള്ളായിട്ട് കോപ്പറേറ്റ് ചെയ്തു. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതല്ലേ. അതിൻ്റെ ശേഷം ഉണ്ടായ ഒരു കൈൻഡ് ഓഫ് പ്രൊവോക്കേഷൻ, ഒരു ഇൻസൾട്ട് ചെയ്യാനുള്ള ശ്രമം പോലെ തോന്നിയതുകൊണ്ട്, അല്ലാണ്ട് ഇതിപ്പോൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് പോകണമെന്നല്ല. അപ്പോൾ പിന്നെ അങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നത് സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് ചെയ്യായിരുന്നില്ലേ? അതുപോലെ തന്നെയാണ് അതിന് വന്നത്. ഇപ്പോൾ അബ്ദുള്ളക്കുട്ടി അടക്കമുള്ള ആളുകൾ പറയുന്നത്, നിങ്ങൾ ആരാ പറയുന്നത്? അബ്ദുള്ളക്കുട്ടി അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്, നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി കോമഡി സീരിയലിൽ അഭിനയിക്കുന്നതാണ് നല്ലത്. പറഞ്ഞ ആളുടെ പേര് അബ്ദുള്ളക്കുട്ടി. വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ഇപ്പൊ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ഇപ്പൊ നിലമ്പൂരിന്റെ പല ഭാഗങ്ങളിൽ പോകുന്നുണ്ട്. അപ്പൊ ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം എന്താണ് തോന്നിയിട്ടുള്ളത്? നിലമ്പൂരിന് ഇത് ആവശ്യമാണ്. നിലമ്പൂരിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 9 വർഷമായിട്ട് നിലമ്പൂർ ഈസ് ബാഡ്ലി ഇഗ്നോർഡ്. പല കാര്യങ്ങളിലും, ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളിലും. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ എത്ര ആളുകൾ ഇവിടെ തന്നെ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഈ വണ്ടൂർ മേഖലയിൽ നിലമ്പൂരിൻ്റെ തൊട്ടടുത്തുള്ള 34 വയസ്സുള്ള ഒരാളെ കടുവ കടിച്ചു കൊന്നത്. ഈ 6 മാസത്തിന് മുമ്പ് 2 ആഴ്ചക്കിടെ 2 ആൾ ഇവിടെ കാട്ടാന ചവിട്ടി കൊന്നത്. ഇപ്പോഴും ടാർപോളിൻ ഷീറ്റിൻ്റെ കീഴിൽ കഴിയുന്ന ആദിവാസി സങ്കേതങ്ങളിലെ സഹോദരങ്ങൾ
സ്വന്തമായിട്ടുള്ള സ്ഥലവും കെട്ടിടവും വരാത്ത ഗവൺമെൻറ് കോളേജ്, പണിതീരാത്ത KSRTC ഡിപ്പോ, ആശുപത്രി സ്ഥലം ഏറ്റെടുപ്പ് വികസനം ഉൾപ്പെടെ പെൻഡിങ്ങിൽ. അതുപോലെ തന്നെ ഇവിടുത്തെ അങ്ങാടിയിൽ നിന്ന് ഈ അറ്റം വരെ സഞ്ചരിക്കണമെങ്കിൽ എടുക്കേണ്ടി വരുന്ന സമയം, ട്രാഫിക് ബ്ലോക്ക്, ബൈപ്പാസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ബേസിക് ഇഷ്യൂസ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പാലമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ, പ്രളയം ദുരിതാശ്വാസ പ്രശ്നങ്ങളിൽ അകപ്പെട്ട അത് പുനരധിവാസം ഇപ്പോഴും നടക്കാത്ത പ്രശ്നങ്ങൾ, ആ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. നിലമ്പൂർ കഴിഞ്ഞ 9 വർഷം വളരെ മോശപ്പെട്ട രീതിയിൽ അവഗണിക്കപ്പെട്ടിരിക്കുക. അപ്പം നിലമ്പൂരിന് വീണ്ടും ആ പരിഗണനകൾ കിട്ടുന്ന ഒരു കാലം വരണം എന്നുള്ളത് നിലമ്പൂരിൽ വ്യാപകമായ ചർച്ചയാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കഷനാണ്. അതൊരു ഭരണമാറ്റം അനിവാര്യമാണെന്ന് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് UDF വോട്ട് ചെയ്യാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ട്. അതിവിടെ ഉണ്ടാവും. ഞങ്ങൾ ജയിക്കും. നല്ല